ഉപയോഗിക്കാനല്ല പിന്നെന്തിനാണല്ലോ അടിസ്ഥാനം പറയാറ്. ഇത് നമ്മുടെ ഖുതുബിയിലും ഇബാദത്തുകളിലൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകൾ സാധാരണ പറയാറുള്ളത് ഇതാണ്: നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള ഒക്കെ ഉപകാരത്തിനും ഉപയോഗത്തിനും പഠിച്ചതാണ്. അതുകൊണ്ട് ഉപദ്രവകരമല്ലാത്ത ഉപകാരപ്പെട്ട ഈ സാധനമൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇതുപോലെ ഈ ഒരായത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ ഉപയോഗത്തിനാണ് ഭൂമിയിലുള്ള മുഴുവനും എന്ന് അല്ലാഹു തആല പറഞ്ഞതിൽ പല്ലിയും പെട്ടല്ലോ. അതുകൊണ്ട് ഈ പല്ലിനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഖുർആനിന് വിരുദ്ധമാകുന്നു. ഈ ഹദീസ് തള്ളണം. ഇതെന്തുകൊണ്ട് തോന്നുന്നതാണ്? പല്ലിയെ കൊല്ലാൻ പറയേ അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ ദീനില്? ഈ സംശയം ഈമാൻ ഉറക്കാത്തതിന്റെ പേരിൽ വരുന്ന സംശയമാണ്. സുമ്മലം യർതാബൂ, അല്ലാഹുവും റസൂലും പറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞുവെന്ന് സാധാരണഗതിയിൽ ബോധ്യപ്പെടേണ്ട മാർഗങ്ങളിലൂടെ, മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടേണ്ട മാർഗങ്ങളിലൂടെ വഹയിന്റെ ഭാഗമാകുന്നു, ഇൽമിന്റെ ഭാഗമാകുന്നു, അല്ലാഹുവിന്റെ നബിയിൽ നിന്ന് വന്നതാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സുമ്മലം യർതാബൂ, ഒരു സംശയവും തോന്നാതെ, ഒരു വെറുപ്പും തോന്നാതെ, ഒരറപ്പും തോന്നാതെ, ഒരപ്രിയത്വവും തോന്നാതെ ഹൃദയത്തിന്റെ അകത്തേക്ക് അത് വിശ്വസിക്കുകയും ദീനിന്റെ ഭാഗമാക്കി, ദീനിന്റെ നിയമമാക്കി അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, മുതലും ധനവും ശരീരവും എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ത്യജിക്കാൻ പറയുമ്പോൾ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഒഴിച്ചിടാൻ പറയുമ്പോൾ ആത്മത്യാഗത്തിന് തയ്യാറാവുകയും ചെയ്യുന്ന വിഭാഗമാരുണ്ടോ? ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സ്വാദിഖുകൾ. അവർ മാത്രമാണ് സ്വാദിഖുകൾ, ഇവർ സ്വാദിഖല്ല. ഇവരെന്തിപ്പോ ചെയ്തു? ഈ അവരുടെ പശ്ചാത്തലം വെച്ചിട്ട് അല്ലാഹു തആല ഈ പറയുന്ന ആയത്തൊന്ന് ജോയിൻ ചെയ്ത് വായിച്ചു നോക്കി. ഇവരെന്തേ ചെയ്തു? വിശ്വാസികളായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് അവരുടെ ഗോത്രക്കാർ വിശ്വസിച്ച കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവരാണെന്നതിന്റെ പുറമെ ആ പരിഗണനക്കപ്പുറം ഞങ്ങൾ പരിഗണന അർഹിക്കുന്നവരാണ്. കാരണം ഇന്നുവരെ അങ്ങയോടും ദീനിനോടും സ്വഹാബത്തിനോടും ഞങ്ങൾ പോരാടിയിട്ടില്ല, ഞങ്ങൾ അങ്ങയോട് എതിർത്തിട്ടില്ല. ഞങ്ങൾ എതിർക്കാത്ത ആ സ്ഥാനം അങ്ങ് ഞങ്ങൾക്ക് വകവെച്ച് തരണം. ഞങ്ങൾ മൂമിനീങ്ങളാണെന്ന് പറയുന്ന അതേ വകുപ്പ് ഞങ്ങൾക്ക് തങ്ങൾ വകവെച്ച് തരണം. ഇത് നബിന്റെ മുമ്പിൽ അവർ ഈമാൻ കൊണ്ടവരാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അറിയിച്ചു. ഇതാണ് അല്ലാഹു തആല തിരുത്തുന്നത്. ഇതിലെന്താത്ര മോശം? അല്ലാഹു ഗൗരവത്തിലെന്ന് ചോദിക്കുന്നു. നോക്കൂ, ഖുൽ അതുഅല്ലിമൂനല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. നബിയെ, അങ്ങയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഈമാനിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങയോട് ഏറ്റവും വലിയ പരിഗണന ആവശ്യപ്പെടുകയും താൽപര്യപ്പെടുകയും ചെയ്യുന്ന ഈ വിഭാഗത്തോട് തങ്ങൾ ചോദിക്കൂ, അതുഅല്ലിമൂനല്ലാഹ ബിദീനികും, നിങ്ങൾ അല്ലാഹനെ പഠിപ്പിക്കുകയാണോ നിങ്ങളുടെ വിശ്വാസം കൊണ്ട്? നിങ്ങൾ വിശ്വാസികളാകുന്നുവെന്ന കാര്യം കൊണ്ട് അല്ലാഹനെ പഠിപ്പിക്കുകയും അല്ലാഹ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യാനാണോ എന്റെ മുമ്പിൽ വന്ന് ഇത് പറയുന്നത്? വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒഴിച്ചിട്ടുള്ളതെല്ലാം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഗോപ്യമാക്കി വെച്ചിട്ടുള്ളതെല്ലാം, ഹൃദയത്തിന്റെ അരികിൽ എവിടെയെങ്കിലും പൂഴ്ത്തി വെച്ചിട്ടുള്ളതെല്ലാം അറിയുന്ന അല്ലാഹു തആലാക്ക് നിങ്ങൾ ഈ ഈമാനിന്റെയും ദീനിന്റെയും വലിയ ഒരു പത്രാസ് നിങ്ങൾ അല്ലാഹ്ക്ക് പഠിപ്പിക്കാനാണോ ഈ പറയുന്നത്? വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹ് എല്ലാം കാലേക്കൂട്ടി അറിയുന്നവനല്ലേ. പിന്നെയും അല്ലാഹു തആല തുടരുന്നു, യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ. ഈ ആയത്തുകൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴേ ആരാണ് സ്വാദിഖ് എന്ന പ്രമേയത്തിൽ പറയുന്ന സ്വാദിഖിന്റെ അർത്ഥവ്യാപ്തി നമുക്കൊരു ചെറിയ തലമെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. യമുന്നൂന അലൈക്കും, ഈ വന്ന കൂട്ടക്കാർ യമുന്നൂന അലൈക്ക്, നബിയെ തങ്ങളുടെ പേരിൽ അവർ പറ്റു പറയുകയാണ്. അവർ ഔദാര്യം പോലെ, അവർ ചെയ്ത ഒരു വലിയ സേവനത്തിന്റെ ഔദാര്യ കണക്ക് നിരുത്തുന്നത് പോലെ അവർ തങ്ങളോട് പറ്റു പറയുന്നു. അൻ അസ്ലമു, അവർ മുസ്ലിമീങ്ങളാണെന്ന കാര്യമാണ് അവർ പറ്റു പറയുന്നത്. ഖുൽ, നബിയെ തങ്ങൾ അവരോട് പറഞ്ഞേക്കൂ, ലാ തമുന്നു അലയ്യ ഇസ്ലാമകും, നിങ്ങൾ ഔദാര്യം പറയണ്ട. നിങ്ങൾ അല്ലാഹു തആലാന്റെ മുമ്പിൽ പറ്റു പറയാൻ പറ്റുന്നതല്ല നിങ്ങളുടെ ഇസ്ലാം. നിങ്ങൾ മുസ്ലിമീങ്ങളായി, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ മൂമിനീങ്ങളാണ്, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് നിങ്ങൾ അല്ലാഹു തആലാന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറ്റു പറയണ്ട. അല്ലാഹു തആലാന്റെ മുമ്പിൽ വന്നുകൊണ്ട് വലിയൊരു സേവനം ചെയ്തതുപോലെ, ഒരു കർമ്മം ചെയ്തതുപോലെ, അല്ലാഹ്ക്കും വേണ്ടിയിട്ടെന്തോ ചെയ്തതുപോലെ നിങ്ങൾ പറയണ്ട.
ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. നിങ്ങളെ മൂമിനാക്കിയതിന്റെ എല്ലാ ക്രെഡിറ്റും, നിങ്ങളെ ഈമാനിലേക്ക് വഴി നടത്തിയതിന്റെ എല്ലാ ക്രെഡിറ്റും, നിങ്ങൾക്ക് ഈമാൻ പഠിപ്പിച്ചു തന്നതിന്റെ എല്ലാ ക്രെഡിറ്റും, നിങ്ങൾക്ക് ഈമാൻ എങ്ങനെ കൊള്ളണമെന്ന് അള്ളാഹുവിന്റെ നബി അയച്ചു തന്നുകൊണ്ട് നിർദ്ദേശിച്ചു തന്നതിന്റെ എല്ലാ ക്രെഡിറ്റും അള്ളാഹുവിനല്ലേ. അള്ളാഹു അങ്ങോട്ട് പറ്റു പറയുന്നു നിങ്ങളോട്. നിങ്ങളെ അള്ളാഹു തആലയാണ് ഈമാനിലേക്ക് ചേർത്തത്, നിങ്ങളെ അള്ളാഹു തആലയാണ് ഈമാനിലേക്ക് വഴി നടത്തിയത്, നിങ്ങളെ അള്ളാഹു തആലയാണ് ഈമാൻ പഠിപ്പിച്ചത്, നിങ്ങളെ അള്ളാഹു തആലയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചുകൊണ്ട് ഇസ്ലാം നിങ്ങൾക്ക് വേണ്ടി വച്ചു തന്നത്. ഇതൊക്കെ അള്ളാഹുവാണ്. അള്ളാഹു അങ്ങോട്ട് പറ്റു പറയും നിങ്ങളോട്. നിങ്ങൾ അള്ളാഹിനോട് ഇങ്ങോട്ട് പറയണ്ട. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ ആ ഈമാൻ നിങ്ങൾക്ക് തന്നത് അള്ളാഹുവല്ലേ, അത് അള്ളാഹ് അങ്ങോട്ട് പറയേണ്ടതല്ലേ? ഇവിടെ എന്താ വിഷയം? മുഅ്മിനീങ്ങളായതിന്റെ പേരിൽ ഈമാൻ കൊണ്ട് ഒരു കാര്യം ഒരു വലിയ സേവനം പോലെ, മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾക്ക് ഈമാനുണ്ടെന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുൻപിൽ വന്നിട്ട് ഒരു സേവനവും കർമ്മവും ഒരു നല്ല കാര്യവും അവർ ചെയ്തതുപോലെ നബിയോട് പറഞ്ഞു. പോരാ, ആ സേവനം ചെയ്തതിന്റെ പേരിൽ നബിയിൽ നിന്ന് മുന്തിയ പരിഗണന കിട്ടണം എന്നവർ കൊതിച്ചു. ഇതിനുവേണ്ടി അവർ ഉള്ളത് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾ ഇന്നുവരെ ഞങ്ങളുടെ ബനൂ അസദ് ഗോത്രക്കാർ തങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ, ഒരു യുദ്ധത്തിലും തങ്ങൾക്കെതിരെ ഞങ്ങൾ അണിനിരന്നിട്ടില്ലല്ലോ. നിരവധി അറേബ്യൻ ഗോത്രക്കാർ, നിരവധി ഗ്രാമീണരായിട്ടുള്ള ഞങ്ങളുടെ അറബ് വംശജർ പലരും അല്ലാഹുവിന്റെ റസൂലിനെതിരെ ശത്രുക്കളോടൊപ്പം അണിനിരന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ അക്കൂട്ടത്തിലൊന്നും പെട്ടിട്ടില്ലല്ലോ. ഈ ചെയ്ത സേവനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനപരത, ഒരു ചെറിയ പ്രകടനപരത, നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ റിയാ, ലോകമാന്യത്തിന്റെ ഭാഷയിൽ രീതിയിൽ ദുന്യാവിൽ നിന്ന് തന്നെ നബിയിൽ നിന്ന് എന്തോ ചില പരിഗണനകൾ കിട്ടാൻ, ദുന്യാവിൽ നിന്ന് തന്നെ നബി തങ്ങൾ വിശ്വസിച്ചവർക്ക് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങൾ കിട്ടാൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സ്വത്തുക്കൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കും ഈമാനിന്റെ പേരിൽ സ്വത്ത് കിട്ടണം. പണ്ട് സമരം ചെയ്തിട്ടുള്ള എത്രയോ അങ്ങയുടെ ശത്രുക്കൾ ഇപ്പൊ ഈമാൻ കൊണ്ട് അങ്ങയുടെ കൂടെ കൂടിയപ്പോ അങ്ങ് വാരിക്കോരി കൊടുക്കുന്നു. അങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണെങ്കിൽ അവരെക്കാൾ കടമപ്പെട്ടവരും കിട്ടേണ്ടവരും ഞങ്ങളല്ലേ എന്ന അർത്ഥത്തിൽ ഈമാൻ കൊണ്ട വിവരം പ്രകടനപരമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അറിയിച്ച് അതിന്റെ പേരിൽ ദുന്യാവ് കൈക്കലാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പരിഗണന കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഇവിടെ സിദ്ഖ് പോയി. ഈ ഈമാനിൽ സിദ്ഖില്ലാതായി. അപ്പൊ ഈമാൻ സിദ്ഖിൽ വരണമെങ്കിൽ, ഈമാനിനോടുള്ള സിദ്ഖ് പുലർത്തണമെങ്കിൽ ഈമാൻ ഹൃദയത്തിന്റെ ഉള്ളിലിറങ്ങിയിട്ട് ആ ഈമാനിനെ ഒരു കാര്യമായ കർമ്മമാക്കി, അവന്റെ ഒരു വലിയ കർമ്മമാക്കി മനസ്സിലൊരിക്കലും വിചാരിക്കാതെ അല്ലാഹുവിന്റെ മക്കിൽ നിന്ന് ഔദാര്യമായി കിട്ടിയ ഒരു വലിയ ഖനിയാക്കി, പടച്ചവനെ എനിക്ക് നീ വലിയ ഔദാര്യമായി തന്ന ഈമാൻ തെറ്റിക്കരുതേ, എന്റെ ഈമാൻ ഹൃദയത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കണേ, എന്റെ ഹൃദയത്തിന്റെ കോണിന്റെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഈമാന് വിരുദ്ധമായ സംശയമോ ചെറിയ വിധത്തിലുള്ള ആശങ്കകളോ നീ ഇട്ടു തന്നുകൊണ്ട് എന്നെ പരീക്ഷിക്കരുതേ. ഞാൻ മൂമിനായി ജീവിച്ച് മൂമിനായി തന്നെ മരിക്കണേ, മൂമിനായി തന്നെ ഞാൻ നിലക്കൊള്ളണേ എന്ന് ഈമാൻ അള്ളാഹു തന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്ത്, അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിച്ച് കിട്ടിയ ഈമാന്റെ നിഅമത്തിന്റെ പേരിൽ ശുക്റുള്ളവരായി നിലകൊള്ളുകയും ഒരൽപ്പം പ്രകടനപരത പോലും ഈമാനിലില്ലാതെ നൽകിയ ഈമാനോട് സത്യസന്ധത പുലർത്തുകയും ചെയ്താൽ അവരാകുന്നു ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. സത്യത്തിൽ ഈമാനിൽ സിദ്ഖുള്ളവരും അവരുടെ ഈമാനോട് സത്യസന്ധത പുലർത്തുന്നതുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നു. ഇത് നമ്മളെ പോലത്തെ മുഅ്മിനീങ്ങൾക്കും ബാധകമാണ്. കേവലം മുഅ്മിനല്ല, കേവലം വിശ്വാസിയല്ല, വിശ്വാസത്തോടൊപ്പം 5 വഖത്ത് നിസ്കരിക്കും, റമളാൻ മാസം നോമ്പനുഷ്ഠിക്കും, എല്ലാ വിർദും കൊണ്ടടക്കും, എല്ലാ തരത്തിലും മുഅ്മിനായി ജീവിക്കും, സ്വാദിഖാവൂല. എല്ലാ സൽക്രമങ്ങളും ചെയ്യും, സ്വാദിഖാവൂല. ചെയ്യുന്ന സൽക്രമങ്ങൾ അവന്റെ കർമ്മമാണെന്ന് ഒട്ടും തോന്നാതെ, അവൻ ഒരു കർമ്മം ചെയ്തതിന്റെ പേരിൽ താനൊരു കർമ്മം ചെയ്തുവെന്ന് തന്നെ മനസ്സിലാക്കാതെ, ആ കർമ്മത്തെ സംബന്ധിച്ച് അവൻ വിലയിരുത്തുക പോലും ചെയ്യാതെ, കർമ്മം ചെയ്തതും ചെയ്യാതിരിക്കുന്നതും ഒരുപോലെ തന്നെ അവൻ കണ്ട്, നമസ്കരിക്കുന്നതും നിസ്കരിക്കാത്തതും ഒരുപോലെ കണ്ട് എന്നല്ല. സാധാരണ നമുക്കൊക്കെ തോന്നുമല്ല, ഞാൻ നിസ്കരിച്ച്. ഇപ്പൊ ഈ നിസ്കാരം നടത്താത്തവനോട് നമുക്ക് എന്താ തോന്നല്? അങ്ങനെ ഒന്നപ്പുണ്ട്, അത് വേറൊന്നാ. അതിന്റെ പുറമെ ഞാൻ ഇപ്പൊ നിസ്കരിച്ച്, ഞാൻ നോമ്പനുഷ്ഠിച്ച്, ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കഴിഞ്ഞിട്ട് പോയി, അല്ലെങ്കിൽ വല്ലാത്ത കോൾ ഇത് ചെയ്ത് വലിയൊരു സംഗതി പോലെ. ഇത് നമ്മൾ അമല് വലിയ സംഗതിയായി കാണുന്നത് നമ്മളുടെ അമല് അർത്ഥവത്തായ അമലായിരിക്കുന്നു തോന്നിയിട്ടാണ്.
ഒരമൽ നമ്മൾ വേണ്ടതുപോലെ ചെയ്താൽ തന്നെ, നമ്മുടെ മനസ്സംതൃപ്തിയോടെ ചെയ്താൽ തന്നെ അള്ളാഹു സ്വീകരിച്ചോ, അള്ളാഹു പൊരുത്തപ്പെട്ടോ, അള്ളാഹുവെങ്കിൽ മഖ്ബൂലായോ നമുക്കറിയില്ല. 1000 റക്അത്ത് ദിവസേന തെരഞ്ഞെടുത്തുകൊണ്ട് വെറുതാക്കി നമസ്കരിച്ചിരുന്ന ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരാണ്. മഹാനവർകൾ വഫാത്തിന്റെ നേരത്തെ വിമ്മി 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 സങ്കടപ്പെട്ടുകൊണ്ട് കരയുന്ന നേരം അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സുഹൃത്തുക്കളും ചോദിച്ചു, നിങ്ങൾ എന്തിനിങ്ങനെ കരയണം, പ്രയാസപ്പെടണം? അങ്ങ് വലിയ അമലുകാരനല്ലേ, അങ്ങ് ഒരുപാട് ചെയ്തപ്പോ ജീവിച്ചപ്പോ നല്ല നിലക്ക് ജീവിച്ച ആളല്ലേ? ഒരു ദിവസം രാവിലും പകലിലുമായിട്ട് നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ വെറുതായി താൻ സ്വന്തം ഐച്ഛികമായി അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തായി തെരഞ്ഞെടുത്തിട്ട് 1000 റക്അത്ത് വകാന യുസല്ലി കുല്ല യൗമിൻ അൽഫ റക്അ, 1000 റക്അത്ത് നിസ്കരിക്കുന്ന ആ മഹാൻ ഇത്ര വലിയ സക്രമിയായ സദ്വൃത്തരിൽപ്പെട്ട സച്ചരിതനായ നിങ്ങളുടെ ഈ ജീവിത വിശുദ്ധിയും സക്രമവും അല്ലാഹു പാഴാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിലിന് ശക്തി കൂടുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ വാക്യം അല്ലാഹു തആല സ്വീകരിക്കുക, ചെയ്യുന്ന അമൽ അല്ലാഹു തആല ഖബൂലാക്കുക മുത്തഖികളിൽ നിന്ന് മാത്രമേയുള്ളൂ. തഖ്വയാണെങ്കിലോ ആ തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ, ഹൃദയത്തിന്റെ അകത്താണ് തഖ്വ. കർമ്മങ്ങളിൽ മാത്രമല്ല തഖ്വ. കർമ്മങ്ങൾ തഖ്വയുടെ യാഥാർത്ഥ്യമാക്കുന്ന, തഖ്വയെ ഉറപ്പുവരുത്തുന്ന, തഖ്വയെ ബോധ്യപ്പെടുത്തുന്ന പ്രകടനങ്ങൾ മാത്രമാണ്. ഹൃദയത്തിന്റെ അകത്താണ് തഖ്വ. അത്തഖ്വ ഹാഹുന വഅശാറ ഇലാ സദ്രിഹി, തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ തഖ്വ എന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടോ? ഞാൻ മുത്തഖിയാണോ? ഞാൻ നിസ്കരിച്ച 1000 റക്അത്ത് മറ്റെന്ത് റക്അത്ത് അന്ന് സ്വീകരിച്ചുവോ? ഇതറിയാതെ എനിക്കെങ്ങനെ ആശങ്ക തീരുമെന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞ താബിഈങ്ങളിൽ പ്രമുഖരായ ആമിർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ അവരുടെ അമലുകളിൽ ഒരിക്കലും ഒന്നും സ്വീകാര്യമായി തോന്നാതെ ഉറപ്പിക്കാതെ ജീവിക്കുമ്പോ നമ്മുടെ ഒരു ലേശം ചെല്ലിപ്പറഞ്ഞ, ഒരു ലേശം സാധാരണ ആരും ചെല്ലാത്തിന്റെ അപ്പുറം ചെല്ലിപ്പറഞ്ഞു നിസ്കാരത്തിന്റെ ഉച്ചാരം നമ്മളെന്തൊക്കെയാണ് സ്ഥിതി? ഈ ചെല്ലിപ്പറയാൻ പോണേന്നാണല്ലോ. ചെല്ലിപ്പറയണമെന്ന് ആക്ഷേപിക്കാറില്ല. ചെല്ലിപ്പറയണ തന്നെ അധികവും അവനാന്റെ പുറത്തിനല്ല, അവനാ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെക്കാൾ വിശേഷപ്പെട്ട എന്തോ ഒരു ഔലിയായി തീരാന്, വലിയൊരാളായി തീരാന് ഇതിനെ നമ്മൾ ചൊല്ലുന്നത് തന്നെ. ഈ ചൊല്ലൽ ചൊല്ലിയാൽ മറ്റുള്ളവരിൽ നിന്ന് സവിശേഷമായി തോന്നുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരുന്ന ഉജൂബ്, സിദ്ഖ് എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പറയുന്നതും അതിന്റെ ഏറ്റവും വലിയ അടയാളം പറയുന്നതും സിദ്ഖുണ്ടോ എങ്കിൽ ഒട്ടും അവന്റെ അമല് അവനൊരു അമലായി തോന്നൂല. ഉജൂബ് എന്നുള്ള ഒന്നേ ഉണ്ടാവില്ല. അതേസമയം ഇഖ്ലാസ് ഇതിന്റെ സന്തത കൂട്ടാളിയാണ്. ഇഖ്ലാസും സിദ്ഖും, ഇഖ്ലാസും സിദ്ഖും. ഈ ഇഖ്ലാസും സിദ്ഖും ഇല്ലാതെ ഒരു അമലും അമലല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തന്റെ കിതാബിനെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങിയ ശേഷം തന്റെ കിതാബിന്റെ ആമുഖത്തിൽ ഇതൊന്ന് ചർച്ച ചെയ്ത ശേഷം മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി എന്ന ഹദീസ് തന്റെ ശർഹുൽ മുഹദ്ദബിൽ ആമുഖത്തിൽ കുറിച്ച ശേഷം മഹാൻ പറയുകയാണ്, ഈ ഹദീസ് ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം ബഹുമാനികളായ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ്, അവരെ അനുകരിച്ചുകൊണ്ടാണ്, അവരുടെ മാതൃക പിൻപറ്റാനാണ്. കാരണം മഹാന്മാരായ ഒരുപാട് ആളുകൾ ഈ ഹദീസ് കൊണ്ട് അവരുടെ കിതാബിന് ആരംഭം കുറിച്ചിട്ടുണ്ട്. അവരിൽ പരിഗണനീയനാണ്, പ്രഥമഗണനീയനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു. മുഹദ്ദിസുകളുടെ ഇമാമായ ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരി ആരംഭിക്കുന്നത് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കൊണ്ടാണ്. ആ ഹദീസ് കൈഫ കാന ബദഉ വഹ്യിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് വഹ്യ് ആരംഭിച്ചത് എങ്ങനെയാകുന്നു, വഹ്യ് ആരംഭിച്ചതിന്റെ രൂപം വിവരിക്കുന്ന ബാബിന്റെ തുടക്കത്തിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷത്തിൽ ഈ തലക്കെട്ടിന്റെ വിഷയവുമായി ബന്ധമില്ലെന്ന് തോന്നുന്ന വിധത്തിലായിട്ടും മഹാനാദ്യം തുടങ്ങുന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്. എന്നിട്ട് ഒരുപാട് ഇമാമുകൾ വിവരിക്കുന്നു, എന്തൊരു കിതാബ് തുടങ്ങുമ്പോഴും ഈ ഹദീസ് കൊണ്ട് തുടങ്ങൽ ബറക്കത്തിന് പറ്റുമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി പറയുന്നത് നോക്കണം. ഇമാം നവവി പോലും അംഗീകരിക്കുന്ന മാതൃകായോഗ്യരാക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ട് തുടങ്ങാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് കിതാബുകളെ. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ കിതാബിനെ ഈ ഹദീസ് കൊണ്ട് തുടങ്ങിയതെന്ന് വിവരിച്ചുകൊണ്ട് മഹാനവർകൾ ഈ ഹദീസുമായി ബന്ധപ്പെടുത്തി പറയുന്നു, ഏതൊരു അമലിന്റെ നേരത്തും ആ അമലിലുള്ള ഇഖ്ലാസും സിദ്ഖും
ആ അമലിന്റെ സമയത്തുള്ള അവന്റെ നിയ്യത്തിന്റെ സത്യസന്ധതയും അവന്റെ ഇല്യത്തിലെ ആത്മാർത്ഥതയും ഇതുണ്ടാകുമ്പോഴാണ് അവന്റെ അമലായി തീരുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇഖ്ലാസും സിദ്ഖും. ഇതാണ് ഈ ഹദീസിൽ നിന്ന് പഠിക്കുന്നത്. കൂട്ടായി പറയുന്ന വാക്യം ഇഖ്ലാസും സിദ്ഖും. ഇഖ്ലാസ് ഉണ്ടോ? റിയാ ഇല്ല. സിദ്ഖുണ്ടോ? റുജുബില്ല. ഇത് കൂട്ടിച്ചേർത്ത് പറയുന്ന രണ്ട് ദുർഗുണങ്ങളുമാണ് റിയാ, റുജുബ്. പ്രകടനപരത. അല്ലാഹു തആലയിൽ നിന്നല്ലാതെയോ അല്ലാഹുവിനെ അല്ലാതെയോ മറ്റെന്ത് ഭൗതിക താൽപര്യം പ്രതീക്ഷിച്ചോ, ഇത് ഏതൊരു ദുന്യാവിന്റെ കർമ്മം കൊണ്ടും ആഖിറത്തിന്റെ കർമ്മം കൊണ്ട് വിശേഷിച്ചും പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷിക്കുന്നത് ആഖിറത്തിന്റെ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം റിയാ ആണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, പ്രവൃത്തി ചെയ്യാതിരിക്കുക ജനങ്ങളെ പരിഗണിച്ചു എന്നാ ചിലർ പറയുന്നത്. മഹാന്മാരിൽ ചിലർ പറയുന്നത് മറിച്ചാണ്. അമലുല്ലി അജലിന്നാസി ശിർക്കും തർക്കുഹു ലിന്നാസി ദാക ഹുവൽ റിയാഉ സബഹലനാ. അമലുല്ലി അജലിന്നാസി, ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ടോ ആളുകൾ കാണാൻ വേണ്ടിയോ ആളുകളിൽ നിന്ന് നേട്ടം വിചാരിച്ചോ ഒരാൾ വല്ല സത്കർമ്മങ്ങളോ പുണ്യകർമ്മങ്ങളോ ചെയ്താൽ ശിർക്കുൻ, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശിർക്കിൽ നിന്നുദ്ഭവിക്കുന്ന കർമ്മമാണ്. അവന്റെ ചിന്തയിൽ ചെറിയ ശിർക്കുണ്ട്. ശിർക്കുൻ അസ്ഗർ, അത് റിയാഇന്റെ മാക്സിമം തലയാണ്. റിയാ മുഴുവനും കൂടി ശിർക്ക് എന്ന് വിചാരിക്കണ്ട. റിയാഇന്റെ അങ്ങേ തലയിലുള്ള പാരമ്പര്യത്തിലുള്ള ശിർക്കാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ അമല് വല്ലതും ചെയ്യുന്ന മനോഭാവം. തർക്കുഹു ലിന്നാസി ദാക ഹുവൽ റിയാഉ സബഹലനാ. ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരാൾ ഒരു സത്കർമ്മം ഒഴിവാക്കുന്നുവോ അതാണ് റിയാ. ഞാൻ നിസ്കരിച്ചു, ഫർള് നിസ്കരിച്ചതിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഒരു 2 റക്അത്ത് കൂടി നിസ്കരിച്ചാലോ? ചിലപ്പോൾ തോന്നല, ആർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയെന്ന് വെച്ചോളി. വല്ല അബൂന് വാസ്ര പോലത്തെ ആൾക്കാർക്ക് വല്ല അതിശയായിട്ട് എന്നെ പോലത്തെ ഒരാൾക്ക് തോന്നിയിട്ട് 2 റക്അത്തും കൂടി നിസ്കരിച്ചാണ്. പിന്നെ തോന്നി ഞാൻ ഇപ്പോൾ ഒരു 2 റക്അത്തും കൂടി നിസ്കരിച്ചാലേ എന്റെ ബേക്കറിലുള്ള ഈ മനുഷ്യന്മാർക്ക് ഇയാളിപ്പോ ഒരു നിസ്കാരക്കാരനാണ് എന്നിട്ട് ധരിച്ചോളൂ, അത് ധരിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇത് വാസ്തവത്തിൽ നമ്മളടക്കൽ നല്ല വിചാരമാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് 4 റക്അത്ത് നിസ്കരിക്കുന്നവരാളാണെന്ന് എന്നെപ്പറ്റി ബേക്കറി നോക്കുന്ന നിരീക്ഷകന്മാർ കരുതേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു 2 റക്അത്തും കൂടി നിസ്കരിക്കുന്നു ഒഴിവാക്കിയത്. പക്ഷേ ഇവിടെ ഒഴിവാക്കുമ്പോൾ ഒരു ചിന്തയുണ്ട്. എന്റെ പിന്നിലുള്ളവരെ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിന്റെ സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ പ്രതിഷ്ഠിച്ചല്ലോ, ഇവരുടെ നിരീക്ഷണം ഞാൻ പരിഗണിച്ചല്ലോ, ഇവരെന്നെ കാണുമ്പോൾ ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് ധരിക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഇവരെ ഞാൻ പരിഗണിച്ചല്ലോ. ഈമാനു മർഇൻ ലാ യകൂനു തകാമല, ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാനാ സംബിബിൽ മുസ്തില. മനുഷ്യന്മാരായി പോലും ഗണിക്കാതെ, മനുഷ്യന്മാരായി പോലും ഗണിക്കാതെ ഒട്ടകത്തിന്റെ ബിംബങ്ങൾ, പ്രതിഷ്ഠിക്കപ്പെട്ട നിർമ്മിച്ചുണ്ടാക്കപ്പെട്ട ഒട്ടകങ്ങൾ, കേവലം ഒട്ടകം പോലുമല്ല, പ്രതിഷ്ഠിച്ചുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ പ്രതിമകളെ പോലെ മനുഷ്യനെ കരുതണം. ജീവനുള്ളതുപോലെ പോലും കരുതാതെ ജീവനില്ലാത്ത ജീവപ്രതീകങ്ങളാകുന്ന ഒട്ടകത്തിന്റെ പ്രതിമകളെ പോലെ മനുഷ്യരെ കരുതിയിട്ട് വേണം ഈമാൻ ശരിയാകണമെങ്കിലും സമ്പൂർണ്ണമാകണമെങ്കിലും എന്ന് സൂഫിവര്യന്മാരായ മഹാന്മാർ വിവരിച്ച ആ ഈമാൻ മനുഷ്യരെ തീരെ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകൾ പരിഗണിക്കാതിരുന്നാൽ അവിടെയാണ് ഈമാൻ. ഈ സമ്പൂർണമായ ഈമാനില്ലാതെ അവന്റെ അമലുകളെ അവൻ അമലായി കരുതുക എന്ന ഉജുബ് അതിന്റെ മറ്റൊരു പടിയാണ്. മറ്റോരൊന്നും വിചാരിക്കൂല, എന്നാലും ഞാനിപ്പോ 5 വക്ത് നിസ്കരിച്ചൊക്കെ ആളാണ് പഠിച്ചോനെ, ആ നിസ്കാരമൊക്കെ പഠിച്ചോനെ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ആ നിസ്കരിച്ചു എന്നറിയുന്നൊരു വിചാരം, എന്റെ നിസ്കാരം ആയിട്ടുണ്ടോ എന്നൊരു വിചാരം, ഇത് ചിലപ്പോൾ എന്റെ നിസ്കാരം എന്റേത് ഞാൻ ചെയ്തത് എന്ന് താനുമായി ബന്ധപ്പെട്ട മേഖലയാണോ ചിന്തിക്കുന്നത്? അതല്ല, തനിക്ക് അല്ലാഹു തആല 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖും കഴിവും നൽകിയല്ലോ, തനിക്ക് അല്ലാഹു തആല ഇന്നതായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയല്ലോ എന്ന അല്ലാഹുവിന്റെ തലത്തെയാണോ വിചാരിക്കുന്നത്? രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. ഞാൻ ചെയ്തു വന്ന എന്റെ പ്രവൃത്തിയുടെ തലവും എന്റെ ഗസ്ബിന്റെ തലവും അല്ലാഹു തആല എനിക്ക് തൗഫീഖ് നൽകി, അല്ലാഹു തആല എനിക്ക് ഒരു നിഅമത്ത് നൽകി എന്ന തലവുമാണെങ്കിൽ അല്ലാഹു തആല നിഅമത്ത് നൽകി എന്ന തലത്തെ ചിന്തിക്കുമ്പോൾ ഉജുബില്ല, എന്റെ പ്രവൃത്തി എന്ന് കാണുമ്പോൾ ഉജുബുണ്ട്. ഈ ഉജുബനെ നീക്കുന്ന ഹൃദയത്തിന്റെ അകത്തെ സദ്ഗുണത്തിന്റെ പേരാണത്രേ സിദ്ഖ്. സ്വാദിഖായ ഒരു മനുഷ്യനാകുന്ന സിദ്ഖ് എവിടെയാണ്? മനുഷ്യനെ കാണാതെ. ഇതിന്റെ അർത്ഥതലങ്ങൾ ഒരുപാട് മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് സൂഫി മൊഴികൾ, തിരുമൊഴികൾ ഈ മഹദ്വജനങ്ങൾ
അർത്ഥവത്തായ ഒരുപാട് ദിവസം വഴന്നു പറയാൻ നിരൂപകന്മാർക്ക് വകുപ്പുള്ള ഒരുപാട് വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ സഹ്ർ ഇബ്നു അബ്ദുല്ലാഹ് തുസ്തുരി റളിയല്ലാഹു അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാരഥന്മാരുടെ വാക്യങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇവയെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സാരാംശമായിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ വിവരിക്കുന്നു. ആകെ കൂടി പറഞ്ഞാൽ മാക്സിമം ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഉദ്ധരണികളിൽ നിന്ന് കിട്ടുന്നത് അസ്വാദിഖ്, ശരിക്കും സിദ്ഖുള്ള ആളെന്ന് പറഞ്ഞാൽ അല്ലദീ യദൂറു മഅൽ ഹഖ് ഹൈസു ദാർ, സത്യം എവിടെയാണോ, അള്ളാഹു തനിക്കേകുന്ന സത്യം എവിടെയാണോ, അള്ളാഹു തന്നോട് നിർദ്ദേശിച്ചിട്ടുള്ള സത്യം എവിടെയാണോ, അള്ളാഹു താൻ കർമ്മമാക്കി നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഉപദേശിച്ചിട്ടുള്ള സത്യം എവിടെയാണോ ആ സത്യത്തോടൊപ്പം അവൻ കറങ്ങും. ഹൈസു ദാർ, സത്യം എവിടെ കറങ്ങിയോ അവിടെ കറങ്ങും. സത്യസന്ധമായിട്ടുള്ള അള്ളാഹുവിന്റെ ഉപദേശം, സത്യസന്ധമായിട്ടുള്ള ദീനിന്റെ ഉപദേശം, സത്യസന്ധമായിട്ടുള്ള ദീനിന്റെ നിയമം ഏതൊരു കർമ്മത്തിലാണോ അതോടൊപ്പം അവൻ കറങ്ങും. അവന്റെ സമ്പ്രദായങ്ങളെ അവൻ ഒഴിവാക്കും, അവന്റെ പതിവുകളെ അവൻ ഒഴിവാക്കും, ദിനചര്യകളെ അവൻ ഒഴിവാക്കും, ഇബാദത്തുകൾ എന്ന പേരിൽ ജനങ്ങൾ കണ്ടുവരുന്ന ചില കർമ്മങ്ങളെപ്പോലും അവൻ ഒഴിവാക്കും, നിത്യേന ചെയ്യുന്ന ചില പതിവുകളെപ്പോലും അവിടെ അവൻ ഒഴിവാക്കും. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലദീ യദൂറു മഅൽ ഹഖ് ഹൈസു ദാർ, തന്റെ അളവിൽ ഹഖ് എവിടെയാണ്, തനിക്ക് അവകാശപ്പെട്ടിരിക്കുന്ന സത്യം എവിടെയാണ്, തനിക്ക് ആഖിറത്തിൽ പുണ്യം കിട്ടുന്ന അമൽ എവിടെയാണ്, ആ അമലിന്റെ കൂടെ അവൻ കറങ്ങും. വെറും നിസ്കാരക്കാരനല്ല അവൻ, വെറും കൈമറിക്കുന്നവനല്ല അവൻ, വെറും മാനമറിക്കുന്നവനല്ല അവൻ, വെറും നോമ്പുകാരനല്ല അവൻ, വെറും ഏതെങ്കിലും ഒരു കർമ്മത്തിൽ നിൽക്കുന്നവനല്ല അവൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവനല്ല അവൻ. എവിടെയാണ് തൽസമയത്ത് ഏറ്റവും പുണ്യമുള്ള കർമ്മം, ആ കർമ്മത്തിലായിരിക്കും അവന്റെ ചലനം. നിസ്കാരം ഫർള് വീട്ടി, ഫർള് നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ഒരു മുദരിസാണ്. ആ മുദരിസിനെ നോക്കിക്കൊണ്ട് ദർസിന്റെ കണക്ക് വെച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇൽമു പഠിക്കാൻ വേണ്ടി നിരന്നു നിൽക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഇൽമു പഠിക്കാൻ വേണ്ടി നിരന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന സക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സക്രമം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പണ്ഡിതൻ അവന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് അത്യാവശ്യം അദ്ദേഹം ചൊല്ലേണ്ട വിരുദുകളുണ്ടെങ്കിൽ ആ വിരുദുകളെക്കാൾ പോലും അദ്ദേഹത്തിന് ഏറ്റവും പുണ്യമാർന്ന അമൽ ഫർളായിട്ടുള്ള ഇൽമോ സുന്നത്തായിട്ടുള്ള ഇൽമോ ആ ഇൽമുമായി പോലും ജോലിയാവനായിരിക്കും എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവും തന്റെ മുൻപുള്ള മുൻഗാമികളൊക്കെയും വിവരിച്ചുള്ള സക്രമത്തിലേക്ക് അവൻ പോകുമ്പോൾ ആഖിറത്തിൽ പുണ്യമുള്ള അമലാണത്. എപ്പോഴും ഖുർആൻ ഓതുന്നവനല്ല അവൻ, എന്നും നോമ്പനുഷ്ഠിക്കുന്നവനല്ല അവൻ. എന്താണോ തൽസമയത്ത് തനിക്ക് ഏറ്റവും ഫളീലത്തുള്ളതും പുണ്യമുള്ളതും അപ്പുണ്യമുള്ളതിൽ അവൻ പ്രവർത്തിക്കും. ഒരു സ്വാദിഖ് ഒരു ദിവസത്തിൽ തന്നെ 40 വട്ടം അവൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന്റെ മുൻപ് മറ്റൊരു മഹത്വജനം ഉദ്ധരിക്കുന്നു. 40 വട്ടം വരുമെന്ന് മാറും. നേരെ മറിച്ച് സ്ഥിതിക്കില്ലാത്ത ഒരു സത്കർമ്മിയോ ഒരു നല്ല സ്വാലിഹി എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കർമ്മി, നല്ല മനുഷ്യനായാള്, എപ്പോഴും നിൽക്കാറില്ല, നല്ല മനുഷ്യനായാള് എപ്പോഴും പള്ളിൻ്റെ ഉള്ളില, നല്ല മനുഷ്യനായാള് എന്നും അയാൾക്ക് ധൃതി തന്നെ, നല്ല മനുഷ്യനായാള് അയാൾക്ക് എപ്പോഴും ഈ ഓട്ട എന്നിങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഒരു നല്ല മുന്തിയ കർമ്മമായി സ്വാലിഹായ അമലായി എല്ലാവരും വിചാരിക്കുന്ന അമലിൽ അജോലിയാകുന്ന ഒരുത്തൻ സ്വാദിഖല്ലെങ്കിൽ അവൻ അവന്റെ അതേ നിലയിൽ തന്നെ തുടരും. ഒരിക്കലും അവന് കയറ്റമില്ല, മാറ്റമില്ല. ഇതാണ് ഇബാദത്ത്, ഇതാണ് എല്ലപ്പോഴും ഇബാദത്ത്. ഇതിന്റെ അപ്പുറം വലിയൊരു ഇബാദത്തില്ലാന്നോ വിചാരിച്ചു വശായിരിക്കുന്നു. സ്വാദിഖ് ഇങ്ങനെയല്ല. സ്വാദിഖിന് തൽസമയത്ത് തന്റെ ബാധ്യതയേത്, തൽസമയത്ത് തന്റെ കർത്തവ്യമേത്, തൽസമയത്ത് തന്റെ ചുമതലയേത്, തൽസമയത്ത് തനിക്ക് പുണ്യം കൂടുതലുള്ളതേത്, ഇത് ചിന്തിച്ചുകൊണ്ട് ആ കർമ്മത്തിന്റെ കൂടെ കൂടിയിട്ട് അക്കർമ്മത്തിലേക്ക് നീങ്ങാൻ യോഗ്യനായിട്ടുള്ളവൻ ആരാണോ അവനാണ് സ്വാദിഖ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു. കാരണം നിസ്കാരം എപ്പോഴും എല്ലാവർക്കും പുണ്യമുള്ളതല്ല. നിസ്കാരം വലിയ പുണ്യമുള്ള ഇബാദത്താണ്. ശരീരം കൊണ്ടെടുക്കപ്പെടുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളത് നിസ്കാരമാണ്. പക്ഷെ ആ നിസ്കാരം എല്ലാവർക്കും എല്ലാ അളവിലും എപ്പോഴും ഏറ്റവും പുണ്യമാർന്നതല്ല. അത് 5 വഖത്ത് നിസ്കാരം ബാധ്യതപ്പെട്ടതിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും പുണ്യമാർന്ന അമല് നിസ്കാരമാകുന്നു ധരിക്കുന്നത് ശരിയല്ല. ഖുർആൻ ഓതൽ പുണ്യമാണ്, പക്ഷെ അതാണ് തനിക്ക് ഏറ്റവും പുണ്യമാർന്നതെന്ന് വിചാരിക്കാൻ പറ്റില്ല എന്നൊക്കെ വിവരിച്ച ശേഷം മഹാൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, എത്ര മുന്തിയ അമലാണ് നോമ്പ്. ആ നോമ്പ് ചെറിയ പെരുന്നാളിന്റെ അന്ന് ഒരാൾ ചൊവ്വാൽ 1 നോമ്പ് നോറ്റാൽ ആ നോമ്പ് ഹറാമല്ലേ?
പുണ്യകർമ്മമല്ലേ നോമ്പ്. പക്ഷേ പെരുന്നാളിന്റെന്ന് തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് അയ്യാമു അഖിലിം വശുറുബിം വബിഗാൽ. ചെറിയ പെരുന്നാളിന്റെ ഖുതുബയിൽ സാധാരണ ഖതീബുമാരോതുന്ന വാക്യമുണ്ട്, ഇന്ന് തീറ്റയുടെ ദിവസമാണ്, കുടിയുടെ ദിവസമാണ്, സംഭോഗത്തിന്റെ ദിവസമാണ്. അന്ന് ദിവസത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവന്റെ ഭാര്യയെയും കുട്ടികളെയും സന്തോഷിപ്പിക്കേണ്ട ആ ദിവസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അതവന് ശ്രേഷ്ഠമാണോ? തൊട്ട് തലേനാൾ അവന് നോമ്പ് ഫർളാണ്, തൊട്ട് പിറ്റേനാൾ അവന് നോമ്പ് സുന്നത്താണ്. ചെറിയ പെരുന്നാളിനെന്ന് നോമ്പ് ഹറാമാണ്. ഖുർആൻ ഓതൽ വളരെ പുണ്യമാണ്. പക്ഷെ ഖുർആൻ ഓതുമ്പോ ഫാത്തിഹ സൂറത്ത് ഓതുക എന്ന ഖുർആൻ ഓതുന്നത് ഖിയാമിലാണ്, നിസ്കാരത്തിലെങ്കിൽ ഫർളാണ്. മറ്റൊരു സൂറത്ത് ഓതുന്നത് സുന്നത്താണ്. പക്ഷെ റുക്കോയിലേക്ക് പോയാലോ അവിടെ ഖുർആൻ ഓതൽ കറാഹത്താണ്. പുണ്യമല്ലേ? സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് തസ്ബീഹ് ചൊല്ലേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വഹാബി അങ്ങനെയൊക്കെ പറഞ്ഞു ധരിപ്പിക്കുമ്പോ, റബീഉൽ അവ്വൽ നമ്മൾ നല്ല മൗലൂദ് ഓതുമ്പോ, അതുപോലത്തെ വല്ല ദിക്റൊക്കെ ചെല്ലുമ്പോ വഹാബികൾ പറഞ്ഞുണ്ടാക്കുന്നോ, അല്ലെങ്കിൽ വഹാബി മാനസരായ കുറെ കുട്ടനുണ്ട് ഇപ്പോ. മെല്ലെ മെല്ലെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുപോകണല്ലേ. കർണാടക സ്റ്റേറ്റിലും വടക്കേ മലബാറിലൊക്കെ ഇവരെ കൊണ്ടുള്ള ഫിത്തന ചെറുതൊന്നുമല്ല, മെല്ലെ മെല്ലെ കൊണ്ടുപോയിട്ട് അവിടെ സാധാരണഗതിയിൽ വിശ്വാസികൾ ഉറൂസ്, ദിക്റുകള്, വിറുതുകള്, ബഅളുകള്, മൗലൂദുകള്, നേർച്ചകള്, അന്നദാനങ്ങൾ ഇതൊക്കെയാണ് നടത്തുക. ഇത് നടത്തുന്നതിന് മെല്ലെ പറയുന്നത് ഈ ചോറിച്ചു കൊടുക്കണേലേറെയൊക്കെ നല്ലത് അരി കൊണ്ടേറ്റ് ഓരോരുത്തന്റെ കൂടി കൊണ്ടു കൊടുക്കല്ലേ. ആർക്കും തോന്നുന്നത് ശരിയാ, വളരെ ശരിയാ. റബീഉൽ അവ്വൽ മൗലൂദ് ഓതുമ്പോ എന്തായാലും ഇപ്പൊ ഖുർആൻ ഓതുന്നതിലേറെ പുണ്യമൊന്നുമില്ലല്ലോ. ഖുർആൻ ആ നേരത്തെ ഓതിയാ എന്താ? അതല്ലേ ഏറ്റവും പുണ്യം. ഇങ്ങനെ തോന്നുന്ന വഹാബികളും പുതുമാനസരും ആലോചിക്കണം. നമ്മുടെ ഇഷ്ടം പോലെ നിർമ്മിച്ചുണ്ടാക്കാനുള്ളതല്ല ശറഅ്. നമ്മൾ ആലോചിച്ചിരിക്കുന്ന ഇബാദത്തുകളോ നമ്മൾ സ്വന്തം ഇച്ഛപ്രകാരം തെരഞ്ഞെടുക്കുന്ന ഇബാദത്തുകളോ അല്ല ആഖിറത്തിൽ ഏറ്റവും പുണ്യമാർന്നത്. റുക്കൂഉം സുജൂദും നടത്തുന്ന ഒരാൾ നിശ്ചയിക്കപ്പെട്ട സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ചൊല്ലുന്നതിന് പകരം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശറഫാക്കപ്പെട്ട ഫാത്തിഹ സൂറത്ത് ഓതിയാലോ അത് കറാഹത്താണ്. ഖുർആനായത്തും ഖിറാഅത്തും അപ്പം കറാഹത്താണ്, സുജൂദിലും കറാഹത്താണ്. നേരെ മറിച്ച് തൊട്ട് മുമ്പുള്ള ഖിയാമിലോ ഫർളാണ്, സുന്നത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, പോകട്ടെ, ഏറ്റവും ശറഫാക്കപ്പെട്ട നിസ്കാരം വലിയ ഇബാദത്താണ്. ഒരാൾ സുബ്ഹ് നിസ്കരിച്ച ഒരാൾക്ക് അദ്ദേഹം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത്, സൂര്യൻ ഉദിച്ച് ഏതാണ്ട് പൊങ്ങേണ്ട കതിർ പൊങ്ങുന്നത് വരെയുള്ള സമയത്തും അദ്ദേഹം വേറെ വല്ല സുന്നത്തായ നിസ്കാരങ്ങളിലേക്കും അദ്ദേഹം മെനക്കെടുന്നത് അദ്ദേഹത്തിന് കറാഹത്താണ്. ആ കറാഹത്തായ സമയങ്ങളിൽ പലപ്പോഴും നിസ്കാരം കെട്ടുപെടാത്തത് പോലുമുണ്ട്. നമ്മൾ ആലോചിക്കൂ, നിസ്കാരല്ലേ ഏറ്റവും ശറഫാക്കപ്പെട്ടതല്ലേ, പക്ഷേ എപ്പോഴും ശറഫല്ല. ഇതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. തന്റെ ബാധ്യത എന്താണ്, തനിക്ക് പുണ്യമുള്ളതെന്താണ്, തന്നെ സംബന്ധിച്ചിടത്തോളം പുണ്യമുള്ളതെന്താണെന്ന് ആലോചിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയും ആ പുണ്യമാർന്നതിൽ അവന്റെ സമയം വിനിയോഗിക്കുകയും ചെയ്തിട്ട് ആഖിറത്തിൽ തനിക്ക് നേട്ടം കിട്ടുന്ന, തന്റെ ഈമാനിനോട് സത്യസന്ധത പുലർത്തുന്ന, തന്റെ വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തുന്ന, തന്റെ ഇൽമിനോട് ആത്മാർത്ഥത പുലർത്തുന്ന, തന്റെ ഉത്തരവാദിത്വത്തോട് ആത്മാർത്ഥത പുലർത്തുന്ന ഒരു പീടിക കച്ചവടത്തിങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ഒരാൾ, ആ തൊഴിലെടുക്കാൻ ബാധ്യതപ്പെട്ട സമയത്ത് നിസ്കരിക്കാൻ പോകല്ലേ എന്നും വിചാരിച്ചിട്ട് നിസ്കരിക്കാൻ പോയിട്ട് ഏതാനും പള്ളിയിൽ കുത്തിരിക്കല്ലേ ഇനി ഒരു ലേശം ഓതിയിട്ടും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ കൂലി വാങ്ങിയിട്ട് പണിയെടുക്കുന്ന പണിയിൽ വിഘ്നം വരുത്തിയാൽ വാസ്തവത്തിൽ പലപ്പോഴും അയാൾ ചെയ്യുന്നത് ഹറാമായിരിക്കില്ലേ? ഇവിടെ അവൻ ആത്മാർത്ഥത പുലർത്തുന്നില്ല, സത്യസന്ധത പുലർത്തുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്. സിൽക്കെന്ന വാക്യം കേവലം ഈമാൻ മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെ നിലകൊള്ളുന്നുവോ ആ മേഖലകളിലും തലങ്ങളിലും ഒക്കെ ബന്ധപ്പെടുന്ന ഒരു വാചകമാണ് സിദ്ഖ്. അതതു സമയത്തെ, അതതു നേരത്തെ, അതതു മേഖലയിലെ, അതതു വ്യക്തികളുടെ ബാധ്യതകൾ സത്യസന്ധമായി പുലർത്തിയിട്ട് ഞാനൊരു മൂമിനാണ്, അള്ളാഹുവിന്റെ വിശ്വാസിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വിശ്വാസിയാണ്, അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ്, കൽപ്പിച്ചതൊക്കെ എടുക്കാൻ ബാധ്യസ്ഥനാണ്, വിരോധിച്ചതൊക്കെ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ഇപ്പൊ എന്നോട് കൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുണ്യമാർന്ന കർമ്മമേതാണ് എന്നാലോചിച്ചുകൊണ്ട് കർമ്മം ചെയ്യാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടെങ്കിൽ അവരാണ് ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഏറ്റവും മുന്തിയ സത്യസന്ധർ. ഇതേ പ്രയോഗം ഖുർആനിൽ മറ്റൊരിടത്തേ അല്ലാഹു തആല നടത്തുന്നുള്ളൂ. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ എന്ന ഒരു പ്രയോഗം ഇനി അല്ലാഹു നടത്തുന്ന മറ്റൊരിടത്ത് സൂറത്തുൽ ഹശ്റിലെ 8-ൽ, സൂറത്തുൽ ഹശ്റിലെ 8-ാം ആയത്തിൽ അല്ലാഹു തആല ഇതുപോലെ ഉലൈക ഹുമുസ് സ്വാദിഖൂൻ എന്ന് പറയുന്നുണ്ട്. അതാരെയെന്നറിയോ? للفقراء الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله
ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഹിജറ പോന്ന റസൂലുള്ളാഹിന്റെ മുഹാജിറുകളായ സ്വഹാബത്ത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ എന്നവർ, അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ എന്നവരൊക്കെ അടക്കമുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തേക്ക് വന്നപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മൂമിനീങ്ങൾ, ലിൽ ഫുഖറാ, ആ ഫുഖറ അവരെ ചൊല്ലിയല്ലേ അത്ഭുതം കൊള്ളേണ്ടു. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, സ്വന്തം നാടിൽ നിന്നും വീടിൽ നിന്നും സ്വന്തം ധനത്തിൽ നിന്നുമെല്ലാം പുറത്താക്കപ്പെട്ട കൂട്ടർ, ശത്രുക്കളാൽ പ്രയാസപ്പെട്ടിട്ട് പീഡനമേറ്റിട്ട് നാട് വിട്ട് പുറത്തു പോരേണ്ടി വന്ന കൂട്ടർ, കുട്ടികളെ ഒഴിച്ചിട്ട് പോരേണ്ടി വന്ന കൂട്ടർ, നാടും വീടും ഒഴിച്ചിട്ട് പോരേണ്ടി വന്ന കൂട്ടർ, യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ, അല്ലാഹുവിങ്കൽ നിന്നുള്ള പുണ്യവും പ്രതിഫലവും സ്വർഗവും സർവോപരി അല്ലാഹുവിന്റെ പൊരുത്തം, അവൻ പൊരുത്തപ്പെട്ട അടിയങ്ങളാകണമെന്ന മാക്സിമം ലക്ഷ്യം വരുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ഒരൽപ്പം പൊരുത്തമല്ലേ എല്ലാറ്റിനേക്കാളും വലുതെന്ന് പറഞ്ഞ ആ വലിയ പൊരുത്തം തേടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുകൂടെ നാടും വീടും ത്യജിച്ചുകൊണ്ട് ആത്മത്യാഗം ചെയ്തു വന്ന ഫുഖറാ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സ്വാദിഖുകൾ. രണ്ടാമത്തെ കൂട്ടം പറയുന്നത് അൻസാറുകളായ സ്വഹാബത്തിനെയാണ്. അവരെ വല്ലാതെ പ്രകീർത്തിക്കുന്നുണ്ടല്ല, പക്ഷെ ആ പ്രകീർത്തനം കഴിഞ്ഞ് അല്ല പറയുന്ന എന്തേ ഉള്ളൂ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.